ഹലോ എവരിവൺ, ടുഡേ ഈസ് 27th ജൂലൈ. ഇന്ന് ഞാൻ അഗർത്തലയിലേക്ക് എൻ്റെ വെക്കേഷനൊക്കെ തീർത്തിട്ട് തിരിച്ചു പോവാണ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. രാവിലെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ ദിനചര്യ എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് ഓർബിറ്റിലേക്ക് പോകുക എന്നുള്ളതാണ്. ഇന്ന് ഓർബിറ്റിലേക്ക് പോകുന്ന വഴിയെ ഞാൻ എൻ്റെ അമ്മായിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നായിരിക്കും ഓർബിറ്റിലേക്ക് പോവുക. ഇവിടെ ഒരാളെ പരിചയപ്പെടാനുണ്ട്. ആള് ദുബായിൽ നിന്ന് വന്നതാണ്. ഹലോ വെൽക്കം ടു മൈ വ്ളോഗ്. അയ്യോ, കാറൊക്കെ തെറിച്ചു പോണ്. എൻ്റെ കാറൊക്കെ നോക്കട്ടെ. ഷോ യോ കാർസ്. ഏതൊക്കെയുള്ളത്? മിനി കൂപ്പർ ഉണ്ട്. പിന്നെ ഇതേതാണ്? ഇതേതാ മോഡല്? വിച്ച് ആർ ദോസ് മോഡൽസ്? GTR അല്ലേ? ഇതേതാ? ഓ മൈ ഗോഡ്. ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ് ഫസ്റ്റ്. ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. ടാറ്റാ. ഓക്കെ, ടാറ്റാ. ബൈ ബൈ. ടാറ്റാ. ഒരാൾക്ക് സംസാരിക്കാൻ കുറച്ച് മടിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം വിറപ്പിക്കാൻ നിന്നില്ല. നേരെ ഓർബിറ്റിലേക്ക് പോകുന്നു. ഇവിടെ ഓർബിറ്റിൽ നടക്കാറുള്ള ഒരു കാര്യമുണ്ട്. എല്ലാ ആഴ്ചയിലും എക്സാമുകൾ നടക്കാറുണ്ട്, വീക്കിലി എക്സാമുകൾ. ഇന്നത്തെ സബ്ജക്റ്റ് ഹിന്ദി ആയിരുന്നു. എല്ലാ ക്ലാസ്സിലും കയറി നമ്മൾ ഹിന്ദി എക്സാം നടത്തി പേപ്പറുകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇനി 2 ദിവസം കൊണ്ട് തന്നെ അത് ചെക്ക് ചെയ്ത് അവർക്ക് പ്രോഗ്രസ് നൽകുന്നതാണ്. പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഓർബിറ്റ്, വൈ ഓർബിറ്റ് എന്നുള്ളത്. 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന EMEA സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായിട്ട് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ള ട്യൂഷൻ സംവിധാനമാണ് ഓർബിറ്റ് വിന്നേഴ്സ് എന്നുള്ളത് നിങ്ങൾ അറിയുക. 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന EMEA സ്കൂളിലെ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ഓർബിറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇവിടെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുത്ത് ക്ലാസ്സുകളിൽ വന്നു തുടങ്ങാവുന്നതാണ്. ഇനി ഓർബിറ്റിനെ കുറിച്ച് സവിശേഷതകൾ പറയാം. EMEA സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമാണ് ഓർബിറ്റ് പ്രവർത്തിക്കുന്നത് എന്നതിനാൽ EMEAയുടെ സീതി ഹാജി ഗേറ്റിന് തൊട്ടടുത്താണ് ഓർബിറ്റ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ EMEA സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഓർബിറ്റിൽ എത്തിച്ചേരുന്നതിനായി യാതൊരു പ്രയാസവും നേരിടേണ്ടി വരുന്നില്ല. ഇന്ത്യയിലെ തന്നെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള IIT, NIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് നമ്മുടെ അധ്യാപകർ എന്ന് പറയുന്നത്. അതിനാൽ വ്യക്തമായ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അധ്യാപകരുടെ ഒരു നിര തന്നെ ഓർബിറ്റ് ഒരുക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ചിട്ടയായ പഠന രീതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഓർബിറ്റ് വിന്നേഴ്സ് ടാസ്ക് ബേസ്ഡ് എഡ്യൂക്കേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം 24/7 മെൻറ്ററിംഗ് സപ്പോർട്ടും വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്നു. ക്ലാസ് മിസ്സായി പോകുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് ഓർബിറ്റിൻ്റെ വെബ്സൈറ്റിലൂടെ റെക്കോർഡഡ് ക്ലാസ്സുകളും ലഭ്യമാണ്. അതിനാൽ ക്ലാസ് മിസ്സായി പോയി, ആ ഭാഗം വിട്ടുപോയി എന്നുള്ള പ്രശ്നം വിദ്യാർത്ഥികൾക്ക് നീങ്ങുന്നു. വീക്കിലി എക്സാമുകളും വീക്കിലി ടാസ്ക് ക്വസ്റ്റ്യനുകളും ടേം എക്സാമുകളും ഓർബിറ്റിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. എക്സാമുകൾ നടത്തി അതിലെ പ്രോഗ്രസ് വിലയിരുത്തി കുട്ടികളുടെ ട്രാക്ക് പരിശോധിച്ച് അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ആവശ്യമായ നടപടികൾ ഓർബിറ്റ് സ്വീകരിക്കാറുണ്ട്. പഠിച്ചു തുടങ്ങണം എന്ന ആഗ്രഹമുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ ഒരിക്കൽ കൂടി ഓർബിറ്റ് വിന്നേഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കായി ഓർബിറ്റിൻ്റെ വാതിലുകൾ എപ്പോഴും തുറന്നിട്ടിരിക്കുന്നു. ഹലോ വെൽക്കം ടു മൈ വ്ളോഗ് അഗൈൻ. നാളെ നീ പോകുന്നതിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. 2 ദിവസം കഴിഞ്ഞിട്ട് പോവാ. 2 ദിവസം കോളേജ് കട്ടാക്കി പ്രത്യേകിച്ച് സംഭവിക്കാനൊന്നും പോകുന്നില്ല. വിദ്യാഭ്യാസം പുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല, ചുറ്റുപാടുകളിൽ നിന്നും കൂടി വരേണ്ടതാണെന്നാണ് പണ്ട് മറ്റൊരു ചങ്ങായി പറഞ്ഞത്. ഞാൻ ഇവിടെ വന്നിട്ട് 2.5 മാസം വീട്ടുകാർക്ക് ശല്യം മാറി തുടങ്ങിയെന്ന് പറഞ്ഞിട്ട്. വീട്ടുകാർക്ക് ശല്യമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ തുടർന്നാൽ വീട്ടുകാർക്ക് ശല്യമാവുമോ എന്നുള്ള പേടിയുള്ളത് കൊണ്ട് തന്നെ പോവായിരിക്കണം. ഇതന്നെ ഓർബിറ്റ് വന്നതിന് ശേഷം വിളവെടുത്തതാണ്. നമ്മൾ തന്നെ ഇവിടെ വളർത്തുന്ന പയറാണ്. കുറച്ചുകൂടി പയറുണ്ടായിരുന്നു, ഞാൻ പറിച്ചുകൊണ്ട് പോയി. ഇതിവിടെ കുറച്ച് ബാക്കിയുള്ളതാണ്. ഫൈനലി ഓർബിറ്റിലെ ക്ലാസ്സെല്ലാം അവസാനിച്ച് ഞാനിതാ വീട്ടിലെത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് ഹവർ 9ാം ക്ലാസ്സിൽ ഞാനൊന്ന് കയറി ചെറിയൊരു പോർഷൻ പഠിപ്പിച്ചിരുന്നു. എന്തായാലും കുട്ടികൾ വളരെ ഹാപ്പിയാണ്. ഇതിനുശേഷം ജസ്റ്റ് ഒരു 10 മാർക്കിൻ്റെ ഒരു ക്യൂസ് കോമ്പറ്റീഷൻ നടത്തി. അതിൽ ബോയ്സ് ജയിച്ചു, ഗേൾസ് ബാക്കിലായിരുന്നു. എനിക്ക് 2 പോയിന്റും കിട്ടി. അങ്ങനെയായിരുന്നു ക്യൂസ് നടത്തി. എന്തായാലും കുട്ടികളെല്ലാവരും ഹാപ്പിയാണ്. ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. What's your name? Haydin. Where are you from? Dubai. Why you came India? To see School? It's close. Okay. വീട്ടിൽ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി. ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടായിരുന്നത് വലിയമ്മക്കായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് എൻ്റെ മാമൻ്റെ ഫ്ലാറ്റിലേക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. മാമ അവിടെ താമസിക്കുന്നത് ലാൻഡ് മാർക്കറ്റ് ബ്ലൂബെറി റെസിഡൻസിയിലാണ്. ഞങ്ങളിപ്പോൾ ഇവിടെയാണ് എത്തിയിട്ടുള്ളത്. ഇനി മാമൻ്റെ റൂമിലേക്ക് പോകാം, അങ്ങോട്ട് പോകാം, വീട്ടിലേക്ക്.
ഫ്ലൈറ്റിലേക്ക് കയറുന്ന ഭാഗത്ത് എൻട്രൻസിലൂടെ കയറുന്ന സമയത്ത് നമ്മൾ നേരെ എത്തുന്ന ലോബിയിലേക്കാണ്. ഇവിടെയാണ് ലോബി. മാമനോടെ നിൽക്കുന്നുണ്ട്, അബിക്കുട്ടീനെ കൊണ്ട് നിൽക്കുന്നുണ്ട്. നല്ല സോഫ ഇട്ടിട്ടുണ്ട്, അതുപോലെ വലിയൊരു ടി വിയും ഇവിടെ ഫ്രണ്ടിലായിട്ടുണ്ട്. ഒരുപാട് മാഗസിൻസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഗ്രൗണ്ടിലായിട്ട് നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ജിമ്മുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും അടങ്ങിയിട്ടുള്ളതാണ് ലാൻഡ്മാർക്കിൻ്റെ ബ്ലൂബെറി റെസിഡൻസീസ് എന്ന് പറയുന്നത്. ഹായ് ഹലോ ഹലോ. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവുന്ന കാണാൻ വേണ്ടി കൊണ്ടുവന്നത്. അവിടെ ആളുകളുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നില്ല. തൽക്കാലം അപ്പുറത്തെ സൈഡിലേക്ക് വരാൻ. വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. വരെ കുട്ടികൾക്കുണ്ടായിരുന്ന സമയത്ത് എനിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും വന്നപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. മുകളിലൊക്കെ ഒരുപാട് ഇവിടെയൊക്കെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഇതിന് ചുറ്റുമുണ്ട്. നമ്മളിതിലൊക്കെ നടന്നു നോക്കാം, അല്ലെങ്കിൽ നടന്ന് ഇങ്ങനെ പോയി നോക്കാം. ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയായിട്ട് ലാൻഡ്മാർക്ക് ബിൽഡേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അതാ UL സൈബർ പാർക്ക്, അത് സൈബർ പാർക്ക്, അതിതാ ഹൈലൈറ്റ് സിറ്റി, അത് ഹൈലൈറ്റിൻ്റെ പുതിയ ബിൽഡിങ് വരുന്നത്, അത് ലാൻഡ്മാർക്ക് വേൾഡ്, അത് ഗുരുവായൂരപ്പൻ കോളേജ്, ഇത് കോൺഫിഡൻറ്റിൻ്റെ ഫ്ലാറ്റ്, അത് ഹൈലൈറ്റിൻ്റെ ഒളിമ്പസ് അല്ല, ഒളിമ്പസ് അല്ല, മെട്രോമാക്സ്, ഇത് നെക്സ്റ്റ് ടീം. ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഊരാളുങ്കലിൻ്റെ സൈബർ പാർക്കും അപ്പുറത്ത് ഹൈലൈറ്റ് സിറ്റിയും അങ്ങനെ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ബിൽഡിങ്സും എല്ലാം കാണാൻ കഴിയുന്നുണ്ട്. എല്ലാം മാമനൊന്ന് കാണിച്ചു പറഞ്ഞ് തന്നിട്ടുണ്ട്. അതേപോലെ മക്കൾ രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള അന്തരീക്ഷമാണ്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ മാമൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇനി അകത്തേക്കൊന്ന് കയറി നോക്കാം. ഇങ്ങനെയാണ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് വന്നത്. സാധാരണ ഹൈപ്പർ മാർക്കറ്റിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ എല്ലാ സാധനങ്ങളും ഓർഡറായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതിലൊക്കെ ഒന്ന് നടന്നു നോക്കാം. അടുത്ത് തന്നെ ഇവർ ക്രമീകരിച്ചിട്ടുള്ളത് മാഗസിൻസ് ആണ്. പിന്നെ സോപ്പുകളുണ്ട്. സോപ്പ് സെക്ഷനിലേക്കാണ് ആദ്യം തന്നെ വരുന്നത്. ഇനി ഇതിനകത്തൂടെ ഇങ്ങനെ പോയി നോക്കുന്ന സമയത്ത് വേറെ എന്തൊക്കെയൊക്കെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇവിടെ ഇതൊക്കെ തന്നെയുള്ളത്. അപ്പോൾ നമ്മൾ കല്യാണിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് സിൽക്സ് കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മൾ യാത്ര തിരിക്കുന്നത് മാവൂർ റോഡിലുള്ള KSRTC ടെർമിനലിലേക്കാണ്. അവിടെ നിന്നാണ് എനിക്ക് ബാംഗ്ലൂരിലേക്കുള്ള ബസ്. ഇനി അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ കോഴിക്കോട് KSRTC ബസ് ടെർമിനലിൽ എത്തിയിരിക്കുകയാണ്. ഇനി മുകളിലേക്ക് നടന്നു കഴിഞ്ഞാൽ എന്താ ഓനിൻ്റെ ലഗേജ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ മുന്നിലേക്ക് കിടക്കുന്നുണ്ട്. ഇമ്പത ബാക്കിൽ ഇറക്കിട്ട് ആശിയെ നമ്മൾ KSRTC ടെർമിനലിലുള്ള ഫുഡ് കോർട്ടിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ദോശയാണ് കഴിക്കാൻ പോകുന്നത്. ഇതാ എല്ലാവരും ഉണ്ട് എൻ്റെ കൂടെ. അബി പഴം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരാണ് പറഞ്ഞാൽ. ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത് ഇത് ദോശയാണ്. ദോശ വന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടുള്ള മസാല ദോശ വന്നിട്ടില്ല, വരുന്നോണ്ടിട്ടുണ്ട്. ആശി പറഞ്ഞിട്ടുള്ള പൊറോട്ട വന്നിട്ടുണ്ട്. ആശി പൊറോട്ട അയച്ചോ. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ ദോശ വന്നിട്ടുണ്ട്. ഇനി ദോശ ഒന്ന് നേരെ ട്രൈ ചെയ്ത് നോക്കാം. നല്ല മസാല ദോശയാണ്. അന്ന് കഴിച്ചതിനേക്കാൾ ബെറ്റർ ആയിട്ടുണ്ട്. അങ്ങനെ മുകളിലെ ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചു ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ബസ് ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ബസ്സിൽ കയറിയിട്ട് നേരെ നമുക്ക് യാത്ര ചെയ്യാം. അമ്മ പോട്ടെ, അവിയെ പോട്ടെ, വാ പോയരാ. ആശിയേ ടാറ്റാ. എന്താണ് എല്ലാവരും ഇങ്ങനെ താഴെ നോക്കിക്കുന്നത്? നോക്കെ ബൈ. നമ്മൾ എല്ലാവരോടും യാത്ര പറഞ്ഞു. കോഴിക്കോട് നിന്ന് ബസ് കയറി. ഇപ്പോൾ വയനാടിൻ്റെ ഏതൊരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടി ഒന്ന് നിർത്തിയതായിരുന്നു. ഇനി നമുക്ക് ബാംഗ്ലൂർ എത്തിയിട്ട് കാണാം. ഞാൻ അങ്ങനെ ബാംഗ്ലൂർ എത്തി. എന്നിട്ട് ബാംഗ്ലൂർ എയർപോർട്ട് ബസ് കയറിയിട്ട് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ഒരാളൂടെ ഉണ്ട്, നസീഫ്. ആളെവിടെ നിന്നാണ് തെറ്റിപ്പോയി. ഇനി എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. അങ്ങനെ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. 9:20 നമ്മുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സമയം 7:45 ആയിട്ടുള്ളൂ. നസീഫ് ഉണ്ട് കൂടെ. നസീഫ് ഇപ്പോൾ ടോയ്ലറ്റിലേക്ക് പോയതാണ്. നസീഫ് തിരിച്ചെത്തിയിരിക്കുകയാണ്. നസീഫ് എന്തെങ്കിലും പറയണ്ടോ? നോ കമന്റ്സ്. രണ്ടുപേരെയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഉജ്വൽ, അതെ, ഇൻട്രൊഡ്യൂസേഴ്സ് പറയൂ. താങ്കൾ എന്ത് പഠിക്കുന്നു, എവിടെ പഠിക്കുന്നു? ഞാൻ IIIT അഗർത്തലയിൽ BTech പഠിക്കുന്നു, കമ്പ്യൂട്ടർ സയൻസ്. ഏത് ഇയർ? ഇപ്പോൾ സെക്കൻഡ് ഇയർ. അടുത്ത ആള് ബോർഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ട് നടന്നു നീങ്ങാം. നസീഫിൻ്റെ മുന്നിൽ, സദയുടെ ഫ്രണ്ട്, ബാക്കിയുള്ളവരൊക്കെ മുന്നിലുണ്ട്.
അങ്ങനെ ഇങ്ങോട്ട് കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് നടന്നിരിക്കുകയാണ്. ഫ്ലൈറ്റ് അതാണ് നമ്മുടെ ഇൻഡിഗോ ഫ്ലൈറ്റ്. ഇനി അകത്തേക്ക് കാണാം. ഫൈനലി ഫ്ലൈറ്റ് കയറിയിരിക്കുകയാണ്. വിൻഡോ സീറ്റാണ് കിട്ടിയിട്ടുള്ളത്. സാധാരണ വിൻഡോ സീറ്റ് കിട്ടാറില്ല. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് വിൻഡോ സീറ്റ് കിട്ടുന്നത്. എല്ലാവരും ഇവിടെ ഉണ്ട്. ഒരാളത് അവിടെ ഇരിപ്പുണ്ട്. ചിറകിന് തൊട്ടടുത്ത് തന്നെയാണുള്ളത്. നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി അകർത്തലെത്തിയിട്ട് കാണാം. ലാൻഡ് ആയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് മഹാരാജ ബീർബിക്രം എയർപോർട്ടിലാണ്. ഈ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങണം, സാധനങ്ങൾ കളക്ട് ചെയ്യണം. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയത് പുറത്തുനിന്ന് വെയിറ്റ് ചെയ്യുകയാണ്. എൻ്റെ കൂടെയുള്ളവരാരും എവിടെ എത്തിയിട്ടില്ല. എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഫൈനലി ഞങ്ങൾ ഓട്ടോയിൽ കയറിയിരിക്കുകയാണ്. ഈ ഓട്ടോയിൽ കയറിയിട്ടാണ് നമ്മൾ NIT-യിലേക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മൾ 3 പേരാണുള്ളതിനനുസരിച്ച് ഇർഫാനുണ്ട്. ഇനി NIT-യിൽ എത്തിയിട്ട് കാണാം. ഫൈനലി നമ്മൾ ഹോസ്റ്റലിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. പക്ഷേ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് ആളുകളെ കുറിച്ച് പറയാനുണ്ട്. ഒന്നാമതായി പറയാനുള്ള വ്യക്തി എന്ന് പറയുന്നത് കോഴിക്കോട് നിന്ന് ബാംഗ്ലൂർ വരെയുള്ള യാത്രയിൽ എൻ്റെ കൂടെ ഇരുന്നിരുന്ന NIT കാലിക്കറ്റിലെ അലൂമിനി ആയിട്ടുള്ള ഇന്ന് സാംസങ്ങിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ്. ആള് ഇപ്പോൾ സാംസങ്ങിന് വേണ്ടിയിട്ട് ചിപ്പ് ഡിസൈൻ ചെയ്യുന്ന എഞ്ചിനീയറാണ്. അപ്പോൾ ആളെനിക്ക് ചിപ്പുകളെ കുറിച്ചും അതിൻ്റെ നാനോമീറ്ററുകളെ കുറിച്ചും സെമി കണ്ടക്ടറുകളെ കുറിച്ചും ഒക്കെ പറഞ്ഞു തരികയായിരുന്നു. ഒരുപാട് അറിയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു. പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് ഒരുപാട് ആർമിക്കാരോടാണ്. ഞങ്ങൾ ഈ യാത്രയിൽ ഒരുപാട് പട്ടാളക്കാരെ പരിചയപ്പെടാനിടയായി. BSF-ലും അല്ലാതെയും ഒക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടായിരുന്നു. അവരെല്ലാവരും ഇന്ത്യയുടെ റിലേഷൻസിനെ കുറിച്ച്, അയൽ രാജ്യങ്ങളായിട്ടുള്ള റിലേഷൻസിനെ കുറിച്ച്, ഇന്ത്യൻ ആർമിയിൽ എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. അവരോടൊക്കെ എനിക്ക് പ്രത്യേകം നന്ദി പറയാനുണ്ട്. പിന്നെ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. വീട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് വരുന്നതിനിടക്ക് ഞാൻ എൻ്റെ മൂത്തേൻ്റെ വീട്ടിൽ പോയിരുന്നു. മൂത്ത് ചെറുതായിട്ട് വണ്ടിമെന്ന് വീണിട്ട് കയ്യിൻ്റെ എൽബോക്ക് ചെറിയ പൊട്ട് കുടുങ്ങിയിട്ടുണ്ട്. ഞാൻ എന്തായാലും അവിടെ പോയി എല്ലാവരെയും ഒന്ന് മീറ്റ് ചെയ്തിട്ടാണ് കോഴിക്കോടേക്ക് വന്നത്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.